എങ്ങനെയുണ്ട്? തകർത്തായിരുന്നോ? അടിപൊളി അടിപൊളി, ഏറ്റവും നന്നായിരിക്കും. നല്ല ഫിലിമാണ്. അതിൻ്റെ ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഡയറക്ഷനൊക്കെ കൊള്ളാം. മലയാള സിനിമയെ വെല്ലുന്ന വളരെ മനോഹരമായ സിനിമയാണ്. അതായത് ഇംഗ്ലീഷ് സിനിമ കണ്ട അതേ പ്രതീതിയുണ്ട്. നല്ല മേക്കിംഗ് ആണ്. വളരെ നല്ല സിനിമയാണ്. അല്ല, അത് വെറുതെ ഗോസിപ്പ് ഇളക്കുന്നതാണ്. ആരെക്കുറിച്ചും വ്യക്തമായൊന്നും പറയുന്നില്ല, വെറുതെ പറയുന്നതാണ്. സിനിമയെ ചിലപ്പോൾ മോശമാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. വേറെ കുഴപ്പമൊന്നും. നല്ല സിനിമ. കൊള്ളാം, നല്ല സിനിമ. പിന്നെ അടിപൊളി, നല്ലായിരുന്നു. കുഴപ്പമില്ല. കൊള്ളായിരുന്നു, നല്ല സിനിമ. സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. തെറ്റ് സിനിമ വിഷയം. ലാലേട്ടനാണ് അതിനകത്ത്. കൊള്ളാം. പൃഥ്വിരാജ് കുഴപ്പമില്ല. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടു. തീർച്ചയായും കുറേ കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി. നന്നായി. വെരി ഗുഡ്. സിനിമ ആദ്യം പ്ലസ് പറയാം. ഹായ്, ഹലോ. എല്ലാവർക്കും വണക്കം, നമസ്കാരം. നല്ല സിനിമയാണ്. അതായത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. അതായത് ഇതിൻ്റെ ബിഹൈൻഡിൽ ആയിരക്കണക്കിന് ആളുകൾ എന്തായാലും തൊഴിലെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് മാനിക്കണമല്ലോ ഒരു സിനിമ. പിന്നെ ലാലേട്ടൻ എപ്പോഴത്തേം പോലെ മാസമായിട്ട്, പിന്നെ രാജുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വൈബും എല്ലാം അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ തലത്തിൽ കാണുമ്പോൾ സൂപ്പറാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ ഈ സിനിമയെ വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഈ വർഗീയത അല്ലെങ്കിൽ നെഗറ്റീവ്സത്തിൽ കയറി പിടിക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കള്ളക്കഥകളായിരുന്നു ഇതുവരെ ഗോദ്രയും ഗുജറാത്ത് കലാപവും ഒക്കെ. അപ്പോൾ അതിനകത്ത് ഇതിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ, അതായത് യഥാർത്ഥ ഇൻസിഡൻറ്റിനെ ഹൈഡ് ചെയ്തുകൊണ്ട് അത് ജാതീയപരമായിട്ട് തന്നെ അത് പർപ്പസ്ഫുള്ളി റൈറ്റർ എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുണ്ടാവണമല്ലോ. സ്വാഭാവികമായിട്ട് ഇവരെല്ലാവരും വ്യത്യസ്ത ഐഡിയോളജിയുള്ള ആളുകളാണ്. മുരളി സാറ് ആയാലും ലാലേട്ടനായാലും പൃഥ്വിരാജ് ആയാലും എല്ലാവർക്കും വ്യത്യസ്തമായ ഐഡിയോളജി ഉണ്ട്. പക്ഷേ ഇവർ മലയാള സിനിമയെ അവർ കാണുന്നത്, ഇപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ നല്ല മക്കളും ഞങ്ങൾ നായിൻ്റെ മക്കളും എന്നൊരു ഡയലോഗുണ്ട്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, ബുദ്ധിയുള്ളവൻ നമ്മളെ വെച്ച് സിനിമ ചെയ്ത് പൈസ ഉണ്ടാക്കും. അത് ആ തലത്തിൽ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ പ്രസൻ്റ് അവസ്ഥയിൽ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ജീവിക്കുന്ന മണ്ണിൽ വർഗീയത കലർത്താത്ത അങ്ങനെയൊക്കെ സിനിമ എടുക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് ഹിസ് ഓൺ ഫ്രീഡം. അപ്പോൾ അയാളുടെ ആർട്ടിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു ഡയറക്ടറുടെ ഐഡിയോളജിയാണ് അത്, അയാൾ എങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്, ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സിനിമയെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള ആവശ്യം നമ്മൾ പറയുന്നില്ല. സിനിമ ഇത്രയും എഫർട്ട് എടുത്ത, ഇത്രയും കോടികൾ മുടക്കിയൊരു സിനിമയാണ്. ഡെഫിനറ്റ്ലി അത് സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. പക്ഷേ ഇവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് വർഗീയത കലർത്താതെ സിനിമ ചെയ്യാം. ഇതിനകത്ത് പറയുന്ന മുഴുവൻ ഹിന്ദു ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സും എന്താ പറയുക, തിരിച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളവരും ഇസ്ലാം മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളുടെ പേര് വരുന്നവരെല്ലാം ഭയങ്കര മഹത്വവൽക്കരിക്കുക, അതായത് അക്രമത്തെ പോലും മഹത്വവൽക്കരിക്കുന്ന രീതിയിലാണ് ക്യാരക്ടറൈസേഷൻ വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ അതിനകത്ത് തന്നെ പറയുന്നത്, ലാസ്റ്റ് രാജ്യത്തിനോട് രാജ്യസ്നേഹം കാണിക്കാനാണോ എന്നറിയില്ല, ലാസ്റ്റ് എന്തിനാണ് ഹിന്ദുസ്ഥാൻ്റെ വാക്കെടുത്തിട്ട് ഡയലോഗിൽ അടിച്ചതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതൊന്നും ഒട്ടും സ്യൂട്ടായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ സിനിമ നമുക്കങ്ങനെ പറയാനും പറ്റില്ല. എനിക്കത്ര ഒരു നല്ല മൂവി. ഭയങ്കരമായിരുന്നു. രോമാഞ്ചം ഇതൊക്കെ ഉണ്ടായോ? മഞ്ജു വാര്യറുടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കൊള്ളാം.